നമസ്കാരം. LDF-ൽ ഘടകകക്ഷി എന്ന നിലയിൽ അർഹതപ്പെട്ട അംഗീകാരം CPIക്ക് ലഭിക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. CPI മന്ത്രിമാരുടെ വകുപ്പുകൾക്ക് ബജറ്റിൽ അർഹമായ പരിഗണന നൽകിയില്ല. മതിയായ ബജറ്റ് വിഹിതം നൽകാതെ സപ്ലൈകോ CPM തകർത്തു. ഭക്ഷ്യമന്ത്രിയുടെ ഭാര്യയ്ക്കു വരെ സർക്കാരിനെതിരെ പ്രതികരിക്കേണ്ടി വന്നുവെന്ന് അദ്ദേഹം പരിഹസിച്ചു. KPCC സംഘടിപ്പിക്കുന്ന സമരാഗ്നി പ്രക്ഷോഭ ജാഥയുടെ ഭാഗമായി മലപ്പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പ്രതിപക്ഷ നേതാവ് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയത്. കേരളത്തെ സാമ്പത്തികമായി LDF സർക്കാർ തകർത്ത് തരിപ്പണമാക്കി. പ്രതിപക്ഷം നിരന്തരമായി നിയമസഭയിലും പുറത്തും ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവയ്ക്കുന്നതാണ് CAG ഓഡിറ്റ് റിപ്പോർട്ടെന്നും VD സതീശൻ പറഞ്ഞു. അധികാരത്തിൽ എത്തിയാൽ സപ്ലൈകോയിലെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കില്ലെന്ന് പറഞ്ഞവരാണ് സബ്സിഡി വെട്ടിക്കുറച്ച് വില കൂട്ടിയതെന്നും സതീശൻ കുറ്റപ്പെടുത്തി. സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിലാണ് UDF മുന്നോട്ടു പോകുന്നതെന്നും പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. UDF സർക്കാർ അധികാരത്തിൽ എത്തിയാൽ തീർക്കേണ്ട നിരവധി പ്രശ്നങ്ങൾ ജനകീയ സദസ്സിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ജനങ്ങൾ പറയുന്ന പരാതികളോട് കോൺഗ്രസ് പൂർണ്ണമായും നീതി പുലർത്തും. കേന്ദ്രത്തിലെയും കേരളത്തിലെയും സർക്കാരുകൾക്കെതിരായ കാലിക പ്രസക്തമായ വിഷയങ്ങൾ KPCC സംഘടിപ്പിക്കുന്ന സമരാഗ്നി പ്രക്ഷോഭ ജാഥയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാനായി. മോദിയുടെ ഭരണം രാജ്യത്തിന്റെ ഐക്യത്തെയും മതേതരത്വത്തെയും തകർക്കുന്നതാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിച്ചു. സമരാഗ്നിയുടെ ഭാഗമായി ഞങ്ങൾ ദാരിദ്ര്യവും കഷ്ടപ്പാടും അനുഭവിക്കുന്ന സാധാരണക്കാരെ കണ്ടപ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സമ്പന്നരുടെ യോഗവും അവർക്കൊപ്പമുള്ള വിരുന്നുമാണ് നടത്തിയത്. അതുകൊണ്ട് തന്നെ പാവങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനുള്ള അവസരം പോലും നവകേരള സദസ്സ് നടത്തിയ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഉണ്ടായില്ലെന്ന് സതീശൻ കുറ്റപ്പെടുത്തി. നന്ദി.